ഇത്ര വെറൈറ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഫേമസ് ഹെൽത്തി ഡ്രിങ്കായ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ പെർഫെക്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ഇത് പ്രത്യേകിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഹെൽത്തി സൂപ്പർ ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഓട്സ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം സോക്ക് ചെയ്ത് വെക്കണം. ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് 5 ബദാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ബദാമിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സാധാ വെള്ളത്തിലിടുകയാണെങ്കിൽ 5-6 മണിക്കൂർ എടുക്കും. ബദാമിന് പകരം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ചേർക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഓട്സ് ചേർക്കാം. വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു റോബസ്റ്റ് ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. റോബസ്റ്റിന് പകരം നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ്. പക്ഷേ മൈസൂർ പഴം പോലുള്ള പുളിയുള്ള പഴം എടുക്കരുത്. ഇതിലേക്ക് ഇനി അയൺ റിച്ച് ആയിട്ടുള്ള ഡേറ്റ്സ്, ഈന്തപ്പഴം 4 ചേർക്കാം. ഇതിൻ്റെ കുരു കളയാൻ മറക്കരുത്. ബദാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല, പകരം തേനാണ് ചേർക്കുന്നത്. ഞാനൊരു ടേബിൾ സ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട്. തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എനർജി ബൂസ്റ്ററും കൂടിയാണ്. ഇതിലേക്ക് ഇനി പുളി അല്പം കുറഞ്ഞ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ അല്പം കുറച്ചെടുക്കുക. തൈരിന് പകരം വേണമെങ്കിൽ പാലും ചേർക്കാവുന്നതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ചിയാ സീഡ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചിയാ സീഡിന് പകരം ഫ്ലാക്സ് സീഡും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ചേർക്കണം നിർബന്ധമില്ല. ഞാനൊരു സപ്പോട്ടയുടെ പകുതി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇത് പീനട്ട്സോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.